ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ ഡിഷാണ് കേട്ടോ. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്, ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാർക്ക് അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വറമുളക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലി വേണം, പച്ചമല്ലിയാണ്, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എത്ര അളവാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. നല്ല അടിപൊളി ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ. അതാണ് ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് അതേ ടേസ്റ്റിൽ തന്നെ കഴിക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടെയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാവുമ്പോൾ ആ ഒരു മല്ലിൻ്റെയും വറമുളകിൻ്റെയും ഒക്കെ ഒരു മണം വരും. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതാണ്ടില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ. ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ചൂടാക്കി വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം നമ്മളിതാ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച് ചിക്കനിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കുരുവൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളത് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട്
നമ്മൾ എടുത്തു വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് ഹാഫ് ബോയിൽ ആവട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് ഒരു ഹാഫ് ബോയിൽ ആക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മൾ എടുത്തു വെച്ച ചിക്കനൊക്കെ ഇതാ ഏകദേശം ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്കിനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ട്. ഇതാ കണ്ടില്ലേ. സവോളയാണ്, 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനുമായിട്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് ഏകദേശം ഒരു പരുവം ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് തന്നെ അങ്ങനെ ബോയിലായിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാണ്. വെള്ളം ഒട്ടും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റോസ്റ്റിന്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അടിപൊളിയാണ്. നമുക്കാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പം ഇനി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിഡിലൻ ടേസ്റ്റി ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ്ടില്ലേ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്ക് ഫൈനലി ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഫ്രൈ ആയി റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ എപ്പോഴത്തെയും പോലെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിഡിലൻ ടേസ്റ്റി ഷെഫ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല. ഇതുപോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉള്ളൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.